കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട്. നിങ്ങളുടെയൊക്കെ ശമ്പളത്തിലും പെൻഷനിലും നേരിട്ട് മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒരു പുതിയ സർക്കാർ ഉത്തരവിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ എല്ലാ വിവരങ്ങളും നമുക്ക് വിശദമായി തന്നെ ഒന്ന് നോക്കാം. അപ്പോ ഇത് ശരിക്കും ഒരു സന്തോഷവാർത്ത തന്നെയാണോ? അതെ, സർക്കാർ ജീവനക്കാർക്കും അതുപോലെ പെൻഷൻ വാങ്ങുന്നവർക്കും സാമ്പത്തികമായി ഗുണം ചെയ്യുന്ന ഒരു പുതിയ ഉത്തരവ് തന്നെയാണ് വന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് ആ മാറ്റങ്ങളെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ ഉത്തരവിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതാണ്. നിങ്ങളുടെ ക്ഷാമബത്ത, അതായത് ഡീർനെസ് അലവൻസ് 10% വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇത് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ശമ്പളത്തിലെ നേരിട്ട് ഒരു മാറ്റം കൊണ്ടുവരും. ശരി, ഇനി നമുക്ക് ഈ പ്രഖ്യാപനത്തിന്റെ ഔദ്യോഗികമായ വിശദാംശങ്ങളിലേക്ക് കടക്കാം. ഈ പുതിയ സർക്കാർ ഉത്തരവിൽ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമായിട്ട് എന്തെല്ലാമാണ് കൃത്യമായി പറഞ്ഞിട്ടുള്ളതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് രണ്ടു കൂട്ടരെയും ഒരുപോലെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതായത്, നിലവിൽ സർവീസിലിരിക്കുന്ന ജീവനക്കാരുടെ ക്ഷാമബത്തയും, അതായത് DAയും, വിരമിച്ചവരുടെ ക്ഷാമാശ്വാസവും, അതായത് DR-ഉം ഒരുമിച്ചാണ് കൂട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് നേരെ കണക്കുകളിലേക്ക് പോകാം, അല്ലേ? പഴയ നിരക്ക് എത്രയായിരുന്നു, പുതിയതായിട്ട് എത്രയായി? ഈ പറയുന്ന 10% വർധനവ് നിങ്ങളുടെ വരുമാനത്തിൽ ശരിക്കും എന്തു മാറ്റമാണ് കൊണ്ടുവരുന്നതെന്ന് നോക്കാം. ഇതാണ് ആ വലിയ മാറ്റം. നിലവിലുണ്ടായിരുന്ന 25% എന്ന DA അല്ലെങ്കിൽ DR നിരക്ക് ഒറ്റയടിക്ക് 35%ത്തിലേക്കാണ് കുതിച്ചുയരുന്നത്. അതായത് 10 പോയിന്റിന്റെ നേരിട്ടുള്ളൊരു വർധനവ്. ഈ DA, DR എന്നൊക്കെ കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും ഒരു സംശയമുണ്ടാകും, എന്താണിത് എന്ന്. വളരെ ലളിതമായി പറഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ സാധനങ്ങൾക്ക് വില കൂടുമല്ലോ, അതായത് പണപ്പെരുപ്പം. അപ്പോൾ നമ്മുടെ ശമ്പളത്തിന്റെ മൂല്യം കുറയും. ആ ഒരു ആഘാതം കുറയ്ക്കാൻ വേണ്ടി സർക്കാർ തരുന്നൊരു അധിക അലവൻസാണ് ഈ ക്ഷാമബത്ത. ഇത് നിങ്ങളുടെ അടിസ്ഥാന ശമ്പളത്തിന്റെ ഒരു നിശ്ചിത ശതമാനമായിട്ടാണ് കണക്കാക്കുന്നത്. ശരി, വർധനവൊക്കെ കൊള്ളാം. പക്ഷേ എല്ലാവരുടെയും മനസ്സിലുള്ള ആ പ്രധാന ചോദ്യം ഇതായിരിക്കും: ഈ കൂട്ടിയ പൈസ എപ്പോൾ മുതൽ നമ്മുടെ കയ്യിൽ കിട്ടിത്തുടങ്ങും? സർക്കാർ ഇതിന് കൃത്യമായ ഒരു പേയ്മെന്റ് ഷെഡ്യൂൾ തന്നെ തന്നിട്ടുണ്ട്. ആ തീയതികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. കാരണം പണം കിട്ടുന്നതിനൊരു പ്രത്യേക രീതിയുണ്ട്. നിങ്ങൾക്ക് മാർച്ച് മാസത്തെ ശമ്പളത്തോടൊപ്പം മുൻപ് അനുവദിച്ച ഒരു 3% DA ലഭിക്കും. അതിനുശേഷം ഏപ്രിലിലെ ശമ്പളം മുതലാണ് നമ്മൾ ഈ പറഞ്ഞ പുതിയ 10%ത്തിന്റെ വർധനവ് കിട്ടിത്തുടങ്ങുന്നത്. പക്ഷേ ഒരു പ്രധാന കാര്യം, ഈ പുതിയ നിരക്കുകളിലുള്ള കുടിശ്ശിക പൂർണ്ണമായി വിതരണം ചെയ്തു തുടങ്ങുന്നത് 2026 ഏപ്രിൽ മുതലായിരിക്കും. അപ്പോൾ ഏപ്രിൽ മുതൽ പുതിയ നിരക്കിൽ പണം കിട്ടും, അത് ക്ലിയറാണ്. പക്ഷേ അതിനു മുൻപുള്ള കാലയളവിലെ കുടിശ്ശികയുടെ കാര്യമെന്താകും? ഇവിടെയാണ് ഈ ഉത്തരവ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം ബാക്കി വയ്ക്കുന്നത്. അതെ, മുൻകാല പ്രാബല്യമുള്ള ഈ വർധനവ് കാരണം നിങ്ങൾക്ക് കിട്ടാനുള്ള മുഴുവൻ കുടിശ്ശിക തുകയും എപ്പോൾ കിട്ടും? ഈ ഉത്തരവിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും വ്യക്തതയുണ്ടോ? ഈ വിഷയത്തിൽ സർക്കാർ ഇറക്കിയ ഉത്തരവിൽ വളരെ വ്യക്തമായിട്ടൊരു കാര്യം പറയുന്നുണ്ട്. അതിങ്ങനെയാണ്: കുടിശ്ശിക സംബന്ധിച്ച വിവരങ്ങൾ പ്രത്യേക ഉത്തരവിലൂടെ പിന്നീട് അറിയിക്കുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ, കുടിശ്ശിക എപ്പോൾ എങ്ങനെ തരുമെന്നറിയാൻ നമ്മൾ മറ്റൊരു അറിയിപ്പിനായി കാത്തിരിക്കേണ്ടിവരും. ശരി, അപ്പോൾ ഇത്രയും കാര്യങ്ങൾക്കിടയിൽ നിങ്ങൾ തീർച്ചയായും ഓർത്തിരിക്കേണ്ട കുറച്ച് പ്രധാന പോയിന്റുകളുണ്ട്. നമുക്കതൊന്ന് പെട്ടെന്ന് ചുരുക്കി പറയാം. അപ്പോൾ പ്രധാനമായും ഓർത്തിരിക്കേണ്ടത് ഇത്രയുമാണ്. 1. നിങ്ങളുടെ പുതിയ DA അല്ലെങ്കിൽ DR നിരക്ക് ഇനി 35%. 2. മാർച്ചിലും ഏപ്രിലുമായി നിങ്ങൾക്ക് പണം കിട്ടിത്തുടങ്ങും. മൂന്നാമത്തെയും അവസാനത്തെയും കാര്യം, കുടിശ്ശികയെക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾക്കായി നമ്മൾ ഇനിയും കാത്തിരിക്കണം. അപ്പോൾ ഈ വിവരങ്ങളൊക്കെ ഇപ്പം നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ. ഇനി നിങ്ങൾ ചിന്തിക്കേണ്ടതിതാണ്: ഈ അധികമായി വരുന്ന തുക നിങ്ങളുടെ മാസ ബഡ്ജറ്റിനെ എങ്ങനെയായിരിക്കും സഹായിക്കുക? നിങ്ങളുടെ ദീർഘകാല സാമ്പത്തിക പ്ലാനുകളിൽ ഇതിനെ എങ്ങനെ കൃത്യമായി ഉപയോഗിക്കാം? ഇതൊന്ന് ആലോചിച്ചു നോക്കൂ.